അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. നെഞ്ചകത്ത് രണ്ട് കുരു പൂച്ചക്കുത്തി പോലത്തെ പാട്ട രണ തങ്കപ്ലക്കൻ അത് മാഷ എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. നിനക്കിത് വരണം. പണ്ടേ എത്താത്ത കൊമ്പിൽ ഊഞ്ഞാല് കെട്ടി ആടാനാണല്ലോ നിനക്ക് മോഹം. രണ തങ്കപ്ലക്കന്റെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞിട്ട് കുറച്ച് എണ്ണകൾ പറയുന്നുണ്ട്. അപ്പൊ അതും നല്ല ഞാൻ ലൈവില് വന്നിട്ട് എനിക്ക് ചുണ്ട് പൊട്ടിയത് കാണിച്ചാൽ കണ്ടില്ലേ. അപ്പൊ ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ വികാരമുണ്ടോ കണ്ണ, ചുണ്ട് പൊട്ടി കണ്ണ, മൂട കണ്ണ എന്ന് പറഞ്ഞ വീഡിയോ വന്നിട്ട് ലീക്ക് ആയിട്ടുണ്ട്. ഇത്തണ്ടിയോട് എനിക്ക് എന്ത് പറയാൻ പറഞ്ഞാല് എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഈ തൊള്ള കണ്ടിട്ട് ആടിന്റെ കൂത്തിന്റെ പോലെയാണ്. അത് മറ്റൊരു പറഞ്ഞു ഈ ചുണ്ട് കണ്ടിട്ട് ആർക്ക് വികാരം തോന്നുന്നത്. എന്റെ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ട് അവര് നല്ലതായിട്ട് വികാരമായിട്ട് കണ്ട് ആസ്വദിക്കുന്നത് മാത്രം പോരാ, എന്നിട്ട് എന്റെ ചുണ്ടിന് കുറ്റം പറയാ. പിന്നെ ഞാൻ കുന്തിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പിന്നെ ഞാൻ ആകെ ഇടുന്നത് പറഞ്ഞാൽ ഈ പൂച്ചക്കുത്തി മാത്രം ഈ വടിയും പിന്നെ ചെറിയ അടക്ക പോലെ രണ്ട് കുരുവും കാണിക്കാനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക്കായിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. സംഭവം ചേച്ചിക്ക് അടക്കമരത്തെ കപ്പളാണെങ്കിലും നമ്മളിത് ടപ്പള് വെച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ല. എന്നിട്ടാണ് ഈ തെണ്ടികൾക്ക് ഇത്ര കുഴപ്പമെന്തിനാ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പിന്നെ അവൻ പറഞ്ഞു ഈ കാണുന്ന രണ്ട് അടക്കപ്പത്തൊക്കെ ഒരു ഫേളർ വെച്ചാൽ മാറിപ്പോകുന്നു. അതെന്ത് അങ്ങനെയാണ് എന്ന് പോണ്ടേ. പല തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. ഒരു മെയിൻ കാര്യം പറയാണ്ട്, ചേച്ചി ഒരു വിധവയായോണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായി കാണിക്കും, പിന്നെ പൂച്ചക്കുത്തി കാണിക്കും, പിന്നെ ഉമ്മറം കാണിക്കും, പിന്നെ പിമ്മാവറം കാണിക്കും. അതെന്തൊക്കെ അങ്ങനത്തെ സാധനം കാണിക്കുള്ളൂ. ഒരു 159 രൂപ മാത്രമല്ല, കണ്ട് ആസ്വദിക്ക്. ബാക്കിയുള്ളവരൊക്കെ 350 ഞാൻ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യണമല്ലോ. ഈ കുടുംബം പോറ്റേണ്ട കരിഞ്ഞ കബൂറിനൊക്കെ പോറ്റണ്ടേ. ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്. എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങിയ പറഞ്ഞ ചുണ്ട് പൊട്ടിന്റെ കണ്ണാ, പിന്നെന്താ വികാരം വരുന്നുണ്ട് കണ്ണാ, മൂടൗണ്ട കണ്ണാ. അങ്ങനെ ആക്കിയാണ് അവൾക്ക് ഇത്ര കഴപ്പം. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. അവര് നമ്മൾക്ക് 350 രൂപ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അവര് എടുക്കണത്. എന്നിട്ട് അവർ കട്ടെടുത്തിട്ട് പുറത്തിട്ട് കാണിക്കുക. സത്യമായിട്ടുള്ള എന്റെ മാനേജർ അറിയാം കരിഞ്ഞ കബൂറിന്. അത് ന്യായമാണ് തമ്പി സാറേ. തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇനി ആ ലൈവ് ഇടും. ഇനി ഒരു ആർക്കും ചെയ്യാൻ പറ്റി ചെയ്യും. തെണ്ടികളെ തെണ്ടികളെ നിങ്ങള് ഇനി ഞങ്ങൾ പറഞ്ഞ ശാപം കിട്ടണം നിങ്ങൾക്കൊക്കെ. എന്നാ ഞാനങ്ങട്